നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷമയോടെ കാത്തിരിക്കുവാൻ, ക്ഷമയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നാം പഠിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള കാലഘട്ടമാണ്. മനുഷ്യർ എല്ലാവരും വളരെ തിരക്കുള്ളവരാണ്. സ്തോത്രം. ഒന്നിനും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും വളരെ തിരക്കുള്ളവരാണ്. സ്തോത്രം. തിരക്കുള്ള ഈ ജീവിതത്തിൽ, തിരക്കുള്ള ഈ ലോകത്തിൽ ആത്മീകരായിരിക്കുന്ന, വിശ്വാസികളായിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. ക്ഷമയോടെ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും നീ നിരാശപ്പെട്ടു പോകുകയില്ല. നീ തളർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നാൽ ഈ തിരക്കുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന ആത്മീകർ എന്ന് പറയുന്ന നാം ഓരോരുത്തരും കാത്തിരിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ സമയമില്ലാതെ നിരാശപ്പെട്ടു പോകുകയും ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ താമസിക്കുമ്പോൾ, ദൈവം അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ താമസിക്കുമ്പോൾ പലരും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ക്ഷീണിച്ചു പോകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടവരരുത്. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം, നാം പ്രാർത്ഥിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലും നാം ക്ഷീണിച്ചു പോകുവാൻ ഇടവരികയില്ല. നാം ക്ഷീണിക്കുമ്പോഴാണ് നമുക്ക് കാത്തിരിക്കുവാൻ കഴിയാതെ വരുന്നത്. നമ്മുടെ മനസ്സ് മടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിയാത്തത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന മേഖലകൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇന്ന് പ്രത്യേക ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിൻ്റെ അതിൽ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. വഴി നിമിത്തം. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടവരാണ്, ദൈവപ്രവൃത്തി കണ്ടവരാണ്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തികളും ദൈവശബ്ദം കേട്ടവരുമാണ് ഇസ്രായേൽ മക്കൾ. ദൈവം അവരെ വിളിച്ചു, വേർതിരിച്ചു. ദൈവം അവരോട് പറഞ്ഞ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തം നിറവേറ്റുവാൻ അബ്രഹാമിനോടും യാക്കോബിനോടും ഇസാക്കിനോടും ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം നിറവേറ്റുവാനായി ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എങ്കിലും അവർക്ക് കാത്തിരിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി സമയമെടുത്ത് കാത്തിരിക്കുവാൻ അവർ സന്നദ്ധരായില്ല. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരംഭത്തിൽ കണ്ടവരെ പലരെയും നാം ഈ അവസാന കാലഘട്ടത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. സ്തോത്രം. വളരെ തീവ്രതയോടെ, വളരെ ആഗ്രഹത്തോടെ
ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന പലരെയും ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, അവിടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച ചില കാരണങ്ങൾ നിമിത്തമായി അവരെ നമുക്ക് ഇപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒരു കാലത്ത് ശുഷ്കാന്തിയോടെ ദൈവത്തെ ആരാധിച്ചവർ ഇന്ന് അല്പം പുറകോട്ട് പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ മുൻപന്മാരായിരിക്കുന്ന പലരും ഇപ്പോൾ പിമ്പന്മാരായി മാറിത്തീർന്നിരിക്കുകയാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനോ ദൈവശബ്ദം കേൾക്കുവാനോ ദൈവപ്രവൃത്തിക്ക് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാനോ അവർക്ക് സമയമില്ല. അവിടെ മനസ്സ് ക്ഷീണിക്കുകയാണ്. സ്തോത്രം. ഓരോ മേഖലകളും കഴിയുമ്പോൾ, ഓരോ ദിവസങ്ങളും കഴിയുമ്പോൾ അവിടെ മനസ്സ് ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷീണിച്ചു പോകുവാൻ കാരണം വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോയി. ഹല്ലേലൂയ. അവർ ചുറ്റി നടന്നു. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട്. ചുറ്റി അവർ സഞ്ചരിക്കുവാനായിട്ടിടയായി തീർന്നു. അവർ പല രീതി മേഖലയിലൂടെ സഞ്ചരിക്കുവാനായിട്ടിടയായി തീർന്നു. അവർ അങ്ങനെ ചെങ്കടൽ വഴിയായി കടന്നു വന്നപ്പോൾ വഴി നിമിത്തം ജനങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. മനസ്സ് ക്ഷീണിച്ചാൽ പ്രിയമുള്ളവരെ വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് ക്ഷീണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിനക്ക് നക്ഷത്രങ്ങളെ പോലെ കടലിലെ മണലിനെ പോലെ നിനക്ക് ഞാൻ സന്തതികളെ തരുമെന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മകനെ ദൈവം കൊടുക്കുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നു അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടയായി തീർന്നില്ല. ആ വാക്യം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുമെങ്കിൽ ആ വാക്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇങ്ങനെയാണ്. സ്തോത്രം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ഒരു പക്ഷേ പ്രാർത്ഥന വിഷയം താമസിച്ചു പോയാലും, വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ കാലതാമസം എടുത്താലും, ഹല്ലേലൂയ, ഒരിക്കലും നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. ആമേൻ. കാരണം അത് വളരെ പൈശാചികന്റെ ഒരു വളരെ തന്ത്രപരമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ആത്മീക ജീവിതത്തിൽ നിങ്ങൾ ക്ഷീണിപ്പിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ട് നിങ്ങൾ മുമ്പ് എങ്ങനെ ആയിരുന്നുവോ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം മനസ്സിലാക്കി, സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം മനസ്സിലാക്കി. ഈ ശരീരം കൊണ്ട് അവർക്ക് ഇനി ഒരു പുതുജീവൻ നൽകുവാനായിട്ട് കഴിയില്ല. ആ ശരീരം ചത്ത ശരീരമായി മാറിക്കഴിഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ചത്ത ശരീരം, ജീവൻ ഇല്ലാത്ത ഒരു ശരീരം. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാനായിട്ട് ഇടയായിരുന്ന, വിശ്വാസത്തിൽ വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ താമസിച്ചാലും, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ താമസിച്ചാലും, പ്രിയമുള്ളവരെ, ക്ഷമയോടെ കാത്തിരിക്കുക. ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. പ്രാർത്ഥനയാലും
ആരാധനയാലും ദൈവവചനത്തിന്റെ ധ്യാനം നിമിത്തമായി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കിക്കൊണ്ട് ഓരോ ദിവസവും മുന്നേറണം. ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ, മടുത്തു പോകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് പറയുന്നത് വല്ലാതെ ബോറടിച്ചു തുടങ്ങി, മടുത്തു തുടങ്ങി, ക്ഷീണിക്കുക അവസ്ഥ. കാരണമെന്നറിയാമോ? ദൈവപ്രവൃത്തി വൈകുന്നത് കൊണ്ട്, പ്രാർത്ഥന വൈകുന്നത് കൊണ്ട്. എല്ലാവരും തിരക്കുള്ളവരല്ലേ, ബിസി ലോകമല്ലേ. എല്ലാവർക്കും പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ അത്ഭുതം നടക്കണം, പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ സൗഖ്യം ലഭിക്കണം, പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ മക്കളുടെ കാര്യങ്ങൾ നിറവേറണം. അങ്ങനെയുള്ളവരാണ് അധികം ക്ഷീണിച്ചു പോകുന്നത്. അവർക്ക് പ്രാർത്ഥന വൈകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ, ദൈവം പ്രവർത്തിക്കുവാൻ വൈകുമ്പോൾ അവർ ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർ, ദൈവപ്രവർത്തിക്ക് വേണ്ടി സമയത്തെടുത്ത് കാത്തിരിക്കുന്നവർ ഒരിക്കലും ക്ഷീണിച്ചു പോകുവാൻ ഇടവരുകയില്ല. അബ്രഹാം ക്ഷീണിച്ചു പോയില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ ഓരോ ദിവസവും വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ടിടയായിട്ട്. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുവാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. അത് ഭയങ്കര അപകടകാരിയായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെ മനസ്സ് ക്ഷീണിച്ചാൽ, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജനം വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. 5-ാം വാക്യം, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു കഴിഞ്ഞാൽ, മടുപ്പ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ, പിന്നെ നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കും. ദൈവത്തിന് ഓപ്പോസിറ്റ് ആകും നിങ്ങൾ. പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കുറ്റമായിരിക്കും. ദൈവത്തിനോടുള്ള വെറുപ്പ്, ദൈവത്തിന് വിരോധമായി നിങ്ങൾ സംസാരിക്കും. അതുവരെയും നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതെല്ലാം നിങ്ങൾ ഒറ്റ സമയം കൊണ്ട് തള്ളിക്കളയും. അതുവരെയും ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച് നിങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സ് ക്ഷീണിക്കുവാനായിട്ട് ഒരിക്കലും നിങ്ങളെ അനുവദിക്കരുത്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു പോകില്ലെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകാതിരിക്കാൻ കർത്താവിനെ ധ്യാനിക്കുക. അപ്പോൾ എൻ്റെ വിഷയം ഇതാണ്: ക്ഷീണിച്ചു പോകുവാനിടവരരുത് വഴി നിമിത്തം. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്, അവർ വിചാരിച്ചു ദൈവം വിളിച്ച ഉടനെ, ദൈവം ഞങ്ങളെ വിളിച്ച ഉടനെ ഞങ്ങൾക്ക് ഉടനെ വാഗ്ദത്ത ദേശം ലഭിക്കും. പാലും തേനും ഒഴുകുന്ന, സ്വന്തമായി അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു പോയി. അവർ സ്വപ്നം കാണുവാനായിട്ടിടയായി തീർന്നു. പക്ഷേ വഴി ചുറ്റി പോകുവാനായിട്ടിടയായി തീർന്നതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ക്ഷീണിക്കുവാനായിട്ടിടയായി തീർന്നു. അതുവരെയും ദൈവം അവർക്ക് നൽകിയ നന്മകൾ അവർക്ക് വെറുപ്പായി തോന്നി. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മോശയ്ക്ക് വിരോധമായി സംസാരിക്കാനായിട്ട് തുടങ്ങി. ഈ ഭക്ഷണം അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും വഴിയില്ല. പിന്നെ ദൈവം തന്ന സകല കാര്യങ്ങൾക്കും അവർ വെറുപ്പായി അതിനെ തള്ളിക്കളയുന്ന, വിരോധിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇലയിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. സ്തോത്രം. മനസ്സ് ക്ഷീണിപ്പിക്കുന്ന പലതും നമ്മുടെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷേ കൂടെ ആരാധിക്കുന്നവർ എന്ന് പറയുന്നവർ തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവർ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ നമ്മുടെ മനസ്സ് ക്ഷീണിപ്പിക്കുന്നവരായി മാറാം. എങ്കിലും ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. സ്തോത്രം. മടുത്തു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടെ കാത്തിരിക്കുന്ന ഒരു മനസ്സുള്ളവരായി, ദൈവപ്രവർത്തിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി, ആ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലകളെ
ജയിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പൈശാചികൻ അവൻ്റെ ഭയങ്കരമാണ്, തന്ത്രമാണ് ഹൃദയത്തെ ക്ഷീണിപ്പിച്ച് നിന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ഹല്ലേലൂയ. ചിലപ്പോൾ പറയും, ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ പറയും, ചിലപ്പോൾ ബന്ധുക്കൾ, സ്വന്തക്കാർ പറയും, ഇത്രയും വർഷം നീ ആരാധിച്ചു, ഇത്രയും വർഷം നീ ദൈവത്തെ സേവിച്ചു, ഇത്രയും വർഷം യേശുവിനെ നീ കുമ്പിട്ടു, നിനക്ക് എന്ത് ലഭിച്ചു, നിനക്ക് എന്ത് കിട്ടി, നിനക്ക് എന്ത് മാറ്റം വന്നു എന്ന് അവർ ഒരുപക്ഷെ ചോദ്യങ്ങൾ കൊണ്ട് നിന്റെ നേരെ അമ്പുകൾ എയ്തു വിടാം. പക്ഷേ അതിന് മുൻപിൽ നീ തോറ്റുപോകരുത്, നിന്റെ മനസ്സ് മടുക്കരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് നിന്റെ വിഷയങ്ങളുടെ മേൽ ഒരു പരിഹാരം നൽകി തരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. നീ ക്ഷീണിച്ചു പോകരുത്. നിന്റെ വിഷയത്തിന്മേൽ ഇതുവരെയും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുവാൻ നീ സമ്മതിക്കരുത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നീ ക്ഷീണിക്കാതെ നീ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ വരുന്ന ദിവസത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ച് നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകരുത്. വഴി നിമിത്തം നിങ്ങൾ ക്ഷീണിക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തം വൈകും തോറും നിങ്ങൾ ക്ഷീണിക്കരുത്. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ അത് ഓരോ ദിവസം നീളുന്തോറും നീ ക്ഷീണിച്ചു പോകുവാൻ ഇടവരരുത്. നീ ദൈവത്തെ ധ്യാനിക്കുക, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നീ ദൈവത്തോട് അറിയിക്കുക. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. ഈ വിചാരം നമ്മുടെ ക്ഷീണത്തിലേക്ക് കൊണ്ടുപോകും. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. കുടുംബത്തെ കുറിച്ച് നീ ആരും വിചാരപ്പെട്ട് നീ ക്ഷീണിച്ചു പോകാൻ ഇടവരരുത്. നിന്റെ തലമുറകളെ ഓർത്ത് വിചാരപ്പെട്ട് അവിടെ ആദ്യം വിവാഹപ്രായം എത്തിയ മാതാപിതാക്കളെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെട്ട് കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കരുത്. തക്ക സമയത്ത് നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അവർ വിചാരിച്ചു വളരെ പെട്ടെന്ന് വാക്തത്തിലേക്ക് പ്രവേശിക്കാം, വളരെ പെട്ടെന്ന് ദൈവം പറഞ്ഞ ആ ദേശത്തിലേക്ക് കയറിപ്പറ്റാമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ വഴി ഓരോ ദിവസവും അതിൻ്റെ നീളം കൂടി വരികയാണ്. അങ്ങനെ കൂടി വന്നപ്പോൾ ജനത്തിൻ്റെ ഹൃദയം ക്ഷീണിക്കുവാനായിട്ടിടയായി തീർന്നു. അവരുടെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. ഇത്രയും കാലം നിങ്ങൾ നടത്തിയ ദൈവം, ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പോഷിപ്പിച്ച ദൈവം, ഇത്രയും കാലം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ ദൈവത്തെ ഒരു സെക്കൻഡ് കൊണ്ട് വിരോധിച്ചു, ഒരു സെക്കൻഡ് കൊണ്ട് തള്ളിപ്പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരിക്കലും ക്ഷീണം സംഭവിച്ചു പോകരുത്. അബ്രഹാമിന് നോക്കുക, ക്ഷീണിക്കുവാൻ അവൻ്റെ മുൻപിൽ പല കാരണങ്ങളുണ്ട്. തൻ്റെ ശരീരം തന്നെ അതിനൊരു ഉദാഹരണമാണ്. തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം അതിനൊരു ഉദാഹരണമാണ്. തൻ്റെ ശരീരം പ്രായമുള്ള ഒരു ശരീരമാണ്. പുത്രോത്ഭവത്തിന് ശക്തിയില്ലാത്ത ഒരു ശരീരമാണ്. ഹല്ലേലൂയ. തൻ്റെ ശരീരം തന്നെ തനിക്കറിയാം, ഈ ശരീരം കൊണ്ട് ഇനി ഒരു പുത്രോത്പാദനത്തിനുള്ള ശേഷിയില്ല. പക്ഷേ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 25 വർഷം കാത്തിരുന്നു. 25 വർഷം ആ തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി 25 വർഷം അവൻ കാത്തിരുന്നു. 25 വർഷം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. 25 വർഷം അവൻ ആത്മീയത്തിൽ ക്ഷീണിച്ചു പോയില്ല. 25 വർഷം അവൻ ദൈവത്തിന് വിരോധമായി സംസാരിച്ചില്ല. നിങ്ങൾ ഇയ്യോബിനെ ശ്രദ്ധിച്ചു നോക്കുകയും, ഇയ്യോബ് സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനെന്ന് ആ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനായി ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം തരും, എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ഞാൻ ഇങ്ങനെയല്ല ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ ഇതിലൂടെ കടത്തിവിട്ടെങ്കിലും ദൈവം എന്നെ ഈ അവസ്ഥയിൽ നിന്നും മാറ്റുമെന്നുള്ളൊരു വിശ്വാസം ഇയ്യോബിനുള്ളത് കൊണ്ട് അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസം തകർന്നു പോയില്ല, വിശ്വാസം തളർന്നു പോയില്ല. ആരെല്ലാം അവനെ തളർത്തുവാനായിട്ട് ശ്രമിച്ചു, തന്റെ സ്നേഹിതന്മാർ തന്നെ തളർത്തുവാനായിട്ട് ശ്രമിച്ചു, തന്റെ ഭാര്യ തന്നെ തളർത്തുവാനായിട്ട് ശ്രമിച്ചു, തന്റെ രോഗം തന്നെ, ശരീരം തന്നെ തളർത്തുവാനായിട്ട് ശ്രമിച്ചു, തന്റെ ചുറ്റുപാട് തന്നെ തളർത്തുവാനായിട്ട് ശ്രമിച്ചു, ക്ഷീണിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ
നാല് ചുറ്റിലും അവനെ ക്ഷീണിപ്പിക്കുവാൻ ശ്രമിച്ചു. തൻ്റെ ഭാര്യ ശ്രമിച്ചു, മക്കൾ നഷ്ടപ്പെട്ടു പോയി, സകലവും നഷ്ടപ്പെട്ടു പോയി, സ്നേഹിതന്മാർ എതിരായി സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. കാണുന്നവരെല്ലാം അവനെ കളിയാക്കുവാൻ, പരിഹസിക്കുവാനായിട്ട് തുടങ്ങി. നിനക്ക് എന്തേ ഇങ്ങനെ സംഭവിച്ചത്? നീ ഭയങ്കര ദാനശീലനല്ലേ? നീ ഹല്ലേലൂയ മറ്റുള്ളവരെ സഹായിക്കുന്നവനല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അനുദിനവും അവനെ പരിഹസിക്കാൻ തുടങ്ങി. മനസ്സ് ക്ഷീണിപ്പിക്കുന്ന വർത്തമാനങ്ങൾ തനിക്ക് ചുറ്റിലും എഴുന്നേൽക്കുവാനാണ് ഇടയായിത്തീർന്നു. പക്ഷേ ഇയ്യോബ് തളർന്നില്ല. ഇയ്യോബ് തളർന്നില്ല. ഇയ്യോബ് ക്ഷീണിച്ചില്ല. ഇയ്യോബ് പറയുന്നുണ്ട്, എൻ്റെ ദൈവം ഈ പൊടിമേൽ നിൽക്കും, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, എനിക്ക് വേണ്ടി എൻ്റെ സ്ഥിതിയെ മാറ്റുമെന്ന് ഒരു വിശ്വാസത്തോടെ തൻ്റെ പ്രഖ്യാപനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം 25 വർഷം ക്ഷീണിച്ചില്ല. യോസേഫ് 13 വർഷം ക്ഷീണിച്ചില്ല. ആമേൻ. 13 വർഷം താൻ കണ്ട സ്വപ്നം, തനിക്ക് ആരൊക്കെ എതിരായി വന്നു? തൻ്റെ സഹോദരന്മാർ എതിരായി വന്നു, പിതാവ് എതിരായി വന്നു, താൻ പോയ പോത്തിപ്പറിന്റെ ഭവൻ തനിക്ക് എതിരായി, ജയിലും തനിക്ക് എതിരായി, എല്ലാം എതിരായി വന്നു. പക്ഷെ അവൻ ക്ഷീണിച്ചു പോയില്ല, അവൻ തളർന്നു പോയില്ല, തകർന്നു പോയില്ല. അവൻ വലിയ വിശ്വാസത്തിൽ ബലപ്പെട്ടു. ആമേൻ. അവൻ ക്ഷീണിച്ചു പോകുവാൻ ഇടയായി തീർന്നില്ല. ദൈവം അവനെ ഉയർത്തുവാനാണ് ഇടയായി തീർന്നു. പൗലോസ് പല പ്രാവശ്യം താൻ ക്ഷീണിച്ചു പോകേണ്ട അവസ്ഥകൾ കടന്നു വന്നു. തൻ്റെ ശരീരത്തിലുണ്ടായ ആ ശൂലം തന്നെ പലപ്പോഴും കുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ തളർന്നു പോയില്ല, ക്ഷീണിച്ചില്ല. ദൈവകൃപ അവന്റെ മേൽ പകരുവാനായിട്ട് ഇടയായി തീർന്നു. പല ഘട്ടങ്ങളിലൂടെ മരണ താഴ്വരയിലൂടെ കടന്നുപോയി, രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി. പ്രൈസ്, പട്ടിണി, പൈതാഹം എല്ലാം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അവൻ വിശ്വാസത്തിൽ തളർന്നു പോയില്ല, അവൻ ക്ഷീണിച്ചു പോയില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധിക്കും വന്നിരിക്കുന്ന ദൈവ പൈതലേ, ഒരിക്കലും നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് ക്ഷീണിച്ചു പോകുവാൻ നീ സമ്മതിക്കരുത്. പ്രാർത്ഥനയാലും ഉപവാസത്താലും ആരാധനയാലും യേശു ക്രിസ്തുവിനുള്ള ധ്യാനത്തിനാലും അതിനെ ജയിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം ഒരുക്കി വെച്ചത് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതാണ്, സ്തോത്രം, വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. മനസ്സ് ക്ഷീണിച്ചപ്പോൾ അടുത്ത് നടന്നത്, അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അതുവരെയും അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്ന മന്നയെക്കുറിച്ച് അത് കുറവുള്ളത് എന്ന് വിരോധമായി സംസാരിക്കാനായിട്ടായിട്ട് ഒരു നിമിഷം കൊണ്ട് അവിടെ വാക്കുകൾക്ക് വ്യത്യാസം സംഭവിച്ചു. കാരണം എന്താ? ഹൃദയത്തിൽ ക്ഷീണം സംഭവിച്ചു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, എബ്രായ വിശ്വാസികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ എന്തു ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ യേശുവിനെ ധ്യാനിക്കുക, യേശുവിനെ ധ്യാനിക്കുക. ഹല്ലേലൂയ. യേശുവിനെ ധ്യാനിക്കുമ്പോൾ നിന്റെ ക്ഷീണം മാറും, നിന്റെ ഹൃദയത്തിലെ ക്ഷീണം മാറും. കാത്തിരിക്കുവാൻ നിനക്ക് കഴിയും, ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നിനക്ക് കഴിയും. നിന്റെ ക്ഷീണത്തെ ദൈവം മാറ്റും. ദൈവത്തെ, യേശുവിനെ കുറിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, സ്തോത്രം. നിരന്തരമായി ദൈവജനം ധ്യാനിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് മുന്നേറുവാനായിട്ട് കഴിയും. നിനക്ക് ദൈവം മുന്നേറിച്ച, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ നന്മയിലേക്ക് നിനക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. മറ്റുള്ളവരെ പോലെ ആയിരിക്കരുത്. പലരും അവിടെ പ്രശ്നഘട്ടങ്ങളിൽ അവിടെ മനസ്സ് ക്ഷീണിച്ചു പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. മനസ്സ് തകർന്നു പോയി, മനസ്സ് ഉടഞ്ഞു പോയി. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പൗലോസ് അതിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടയായിത്തീർന്നില്ല. ഇയ്യോബ് ഇത്രയും കാര്യങ്ങൾ തനിക്ക് എതിരായി വന്നിട്ടും അവൻ ക്ഷീണിച്ചു പോയില്ല. ചെറുപ്പക്കാരനായിരിക്കുന്ന യോസേഫ്, അവനും ക്ഷീണിച്ചു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകാതെ, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകാതെ, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകാതെ, ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ, ദൈവത്തിലുള്ള ആശ്രയത്തിൽ, പ്രാർത്ഥനയിൽ, ദൈവജന ധ്യാനത്തിൽ
നമുക്ക് മുന്നേറാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ദൈവമുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ നിങ്ങൾ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക. നമുക്ക് വേണ്ടി പാടുകൾ സഹിച്ച ആ യേശുവിനെ ധ്യാനിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശിമരണം ധ്യാനിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നും ക്ഷീണങ്ങളെല്ലാം മാറും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പ നേഴു